വരാൻ താമസം എന്ത്? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയായിരുന്നു ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ലേ? ഞാൻ രാവിലെ മരി പറഞ്ഞപ്പോ രാവിലെ തന്നെ വണ്ടി എടുത്തോണ്ട് പോയി അറിയുമോ ഹോസ്പിറ്റലിൽ. ആദ്യത്തെ കെട്ടിലെ പെണ്ണും പിള്ള അവിടെ ഉണ്ടായിരുന്നു. ശാരദയൊക്കെ. അപ്പൊ അവര് രണ്ട് പിള്ളേരും കൂടി ഇങ്ങനെ നിക്കണ്. എന്നിട്ട് എങ്ങനെ നിന്നത്? വെളുപ്പാങ്കാലല്ലേ, തണുപ്പായിരിക്കും. എനിക്കറിഞ്ഞാ ഇങ്ങനെ നിക്കുവാ. ഞാൻ ഇവരുടെ ബാക്കിൽ കൂടെ പോയത് ഒരു അറ്റൻഡർ. ഡേയ്, നീ കുറെ നേരമായിട്ട് ഇവിടെ കറങ്ങുന്ന എന്തുവന്ന്? അപ്പൊ ഞാൻ പറഞ്ഞു KVR ബാലന്റെ ആളാണ്. ഇത്രയും താമസിച്ചേ ഇതായിരിക്കണം ചെയ്യുന്നതിന് മുന്നേ എടുത്തോണ്ട് പോന്ന് പറഞ്ഞു. നേരെ ഞാൻ ആംബുലൻസ് ഇട്ട് കത്തിച്ചു. ഇപ്പൊ കരയേണ്ട കാര്യം എന്താണ്? ഇത്രയും സ്ഥലം ഇവിടെ കിടന്നിട്ട് എന്തിനാണ് ആ മനുഷ്യനെ അവിടേക്ക് ഇട്ട് കത്തിച്ചത്? അതല്ല ചേച്ചി, അത് ഈ ഡ്രൈവർമാരുടെ ഒരു ഭാഷയാണല്ലോ. അത് രജനീകാന്തിനല്ലേ ഭാഷ, ഡ്രൈവർമാർക്കാണോ? എന്റെ പൊന്നു പാലണ, നീ പോയതേ പോയി. ഈ സാധനത്തിനെ കൂടെ ഒന്ന് കെട്ടിയെടുത്തോണ്ട് പൊയ്ക്കൂടായിരുന്നു. എന്തിനാണ് കണ്ണാറ ദുഃഖം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ? ഞാൻ പറയാം ചേച്ചി, അത് നമ്മൾ ആംബുലൻസിന്റെ ഒരു ഇതാണ്. അപ്പൊ എന്തായാലും സാധനം ബോഡി ആംബുലൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി എനക്കാളും വിഷം തെളിയിക്കാണ് ഇവിടെ. ഈ ചേച്ചി പാലൻ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഈ ചേച്ചി കള്ളമ്മോനെ, ഈ ചേച്ചി കള്ളമ്മോനെ, അടങ്ങി ചേച്ചി, കള്ളമ്മോനെ, അടങ്ങി ചേച്ചി, കള്ളമ്മോനെ, അടങ്ങി ചേച്ചി, കള്ള അടങ്ങി. അടങ്ങി ചേച്ചി, അടങ്ങി ചേച്ചി, കള്ളമ്മോനെ, അടങ്ങി ചേച്ചി, അടങ്ങി ചേച്ചി, അടങ്ങണേ. ആദ്യം നീ ഒന്ന് പൊടിക്കടങ്ങണേ, ഇല്ലെങ്കിൽ ഇവരെ സഹോദരൻ വന്ന ആ കുഴിയിൽ നിന്നെ അടക്കും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ? ചേച്ചി പേടിക്കണ്ട, നമ്മള് നാട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. നീ എന്തിനാ അവിടെ കയറിയിരിക്കണ? എഴുതിടാ ഇങ്ങോട്ട്. ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ കാര്യം ഇങ്ങോട്ട് മാറി. ചേച്ചി വിഷമിക്കണ്ട, നല്ലവരെ ദൈവം നേരത്തെ മേളിലോട്ട് വിളിക്കും. എന്ത് എന്ത് അനാവശ്യം ഇപ്പൊ പറഞ്ഞേ? ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. ഇപ്പൊ നീ എന്ത് പറയാ? നല്ലവരെ ദൈവം നേരത്തെ മേളിലോട്ട് വിളിക്കും. ഞാൻ ഫോട്ടോ ഒക്കെയാണ്. ചേട്ടാ, യവ അത്ര നല്ലവനൊന്നും അല്ലായിരുന്നു. ഭയങ്കര മോശ പേരാണ് ഇവന്. പിന്നെ യവനൊക്കെ പുറത്തിറങ്ങി നിറഞ്ഞ അന്ന് ലേഡീസ് ഹോസ്റ്റലൊക്കെ അവധിയാണ്. അത്രയും വൃത്തിയായിട്ടവനാണ് യവൻ. കാരണം ഉറങ്ങാൻ പറ്റൂല. എന്റെ കഥവ് തന്നെ ഒരു ദിവസം വന്ന് മുട്ടിയവൻ. ഇവനാ ബാലണ്ണനാ? ശരിയല്ലെന്ന്. അയ്യോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോട്ടെ, ഈ ദഹനത്തിന്റെ എങ്ങനെയാണ്? ദഹനത്തിന് വെളുത്തുള്ളി ബെസ്റ്റാണ്. ഇഞ്ചി അല്ല. അവര് കേക്കണ്ട, അവര് സങ്കടപ്പെടും. അവരിരുന്നോട്ടോ. ജലൂസിലല്ല, അതല്ലെന്ന്. ഇത് കത്തിക്കണ്ടേ? ബോഡി കത്തിക്കുന്ന കാര്യമാണ് ഞാൻ ചോദിക്കണം. കേരളമാണല്ല, കിണ്ണം കാച്ചിയ വെയിലാണ്. ടെറസിൽ കൊണ്ട് 10 മിനിറ്റ് ഇടുക, ചട്ടും വെച്ച് മറിച്ചിടുക. ഡബിൾ ബുൾസേ അല്ല, അവരുടെ കെട്ടിയവന്റെ കാര്യമാണ് ചോദിച്ചത്. കത്തിക്കണ്ടേന്ന്. വിറവും കാര്യങ്ങളൊക്കെ ഒപ്പിക്കണ്ടേ? വല്ല മരവും. വിറവിനൊക്കെ ഭയങ്കര ചെലവാണെന്ന് പറഞ്ഞു സുഹൃത്തെ. തെങ്ങ് മാവ് ഏതെങ്കിലും ഉണ്ടോ? ആ പുറകിൽ നല്ലൊരു ഉഗ്രൻ തെങ്ങുണ്ട്. എവിടെ? എന്റെ പുറകില്ല, പിന്നെ വീടിന്റെ പുറകിൽ നല്ലൊരു ഉഗ്രൻ തെങ്ങ്. ആ തെങ്ങ്. ചേച്ചി, ഇതിന്റെ കാര്യമില്ലേ, കത്തിക്കണമല്ലോ. അപ്പൊ എന്റെ നോക്കണേ, അത് തിരിച്ചു വെയ്യടാ ബോർഡ് കുറച്ച്. കത്തിക്കണമല്ലോ. അപ്പൊ കത്തിക്കുമ്പോ തെങ്ങില്ലേ ഞാൻ തരത്തില്ല. അത് പെട്ടെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. എന്ത് കേട്ടോ സമ്മതിക്കുന്നത്? വർഷം എന്തോരം തേങ്ങ തരുന്നറിയോ? അപ്പൊ ഇങ്ങേരോ? ഇങ്ങേരൊരു തേങ്ങ തന്നിട്ട്